വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രി അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ ഒന്നാമതായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന തേർഡ് അലോട്ട്മെൻറ്റ് MG യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ള തേർഡ് അലോട്ട്മെൻറ്റ് നിലവിൽ വിദ്യാർത്ഥികൾക്ക് 28/6/2025 മറ്റന്നാൾ വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും 26/6 അതായത് ഇന്ന് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻ നേരത്തെ രാവിലെ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾക്കത് എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് കോളേജ് അല്ലെങ്കിൽ കോഴ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഏഡ് ചെയ്യാനും റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുവാനും അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഇന്ന് 26/6/2025 മാത്രമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യം എഡിറ്റ് ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഹയർ ഓപ്ഷൻസ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നിലവിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെൻറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ഉടൻ വിദ്യാർത്ഥികളെ നമ്മുടെ ചാനൽ ത്രൂ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച അതേ രീതിയിൽ admission.kerala-university.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൂടി ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും ഓപ്ഷനിൽ പുതുതായിട്ട് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് ലിങ്ക് വഴി നിങ്ങൾ അടക്കുക. ഇനി എവിടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി കേരള യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അത്തരത്തിലെ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എവിടെയാണോ ആ കോളേജിൽ നേരിട്ട് പോയിട്ട് ആ പറഞ്ഞ അലോട്ട്മെൻറ്റ് ഡേറ്റിൽ പറഞ്ഞ ദിവസം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന കാര്യം, ഈ മാസം 26, 27, 28 അതുപോലെ 30 തീയതികളാണ് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ടൈം. ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥി നേരിട്ട് കോളേജിൽ പോയിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഉദാഹരണത്തിന് നാളെ 27-ാം തീയതി കോളേജിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കോളേജിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ കോളേജിൽ നിന്ന് റിക്വസ്റ്റ് പ്രകാരം നിങ്ങൾ വാങ്ങുക. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ അതിലെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിൽ നിങ്ങൾ ഇൻഫോം ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതിയാണ്. അതോടൊപ്പം ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. അതോടൊപ്പം തന്നെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ഇപ്പോൾ ആ സെയിം കോളേജിൽ പോയിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഫീസും അടച്ചുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നത്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഇല്ല. നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷനാണ് ഈ ഒരു അവസരത്തിൽ എടുക്കേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല എങ്കിൽ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് അടുത്തത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ വിളിക്കും. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ 30-ാം തീയതിക്കുള്ളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ അഡ്മിഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കുന്നതായിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികളും നിലവിൽ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, അതായത് കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 30/6/2025 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കോളേജിലാണ് അല്ലെങ്കിൽ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിലും എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന ദിവസങ്ങളിൽ 30/6/2025 നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും ജൂലൈ 7-ാം തീയതിയാണ്. അതായത്
നേരത്തെ കേരള യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് പകരം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 7 പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കേണ്ടത് 30/6/2025 ഇക്കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് നാളെ 27/6/2025 രാവിലെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ത്രൂ തന്നെ ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കുന്ന കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി മെൻഡറ്ററി ഫീ അടക്കുകയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും നേരിട്ട് കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നത്. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് അതായത് ജൂലൈ 2 വരെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് നാളെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡേറ്റും സമയം കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പ്രൊസീഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് ലച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.